പാർത്ഥ, നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുവൈറ്റ് സന്ദർശനത്തിനായി എത്തി. കുവൈറ്റ് സന്ദർശനത്തിനായി മോദി എത്തുന്നതിന് മുൻപ് അവിടെ ഒരു സാധനം മോദിയുടേതായി എത്തിയിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, ഇവിടത്തെ സംഘപരിവാറിനെതിരെ ഇവിടത്തെ കുറെ സുഡാപ്പികളും കൊങ്ങികളും കമ്മികളും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, ചാണകസംഖികൾ. ആ ചാണകമാണ് കുവൈറ്റിൽ എത്തിയിരിക്കുന്നത്, മോദിയുടെ അറബ് ലോകത്തിൻ്റെ സമ്മാനം. അപ്പോൾ ചാണകമില്ലാതെ ഇനി അറബ് ലോകത്തിന് ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് മോദി ചാണകം നൽകിയത്. അപ്പോൾ ഇനി ഇവിടുത്തെ സുഡാപ്പികളുടെയൊക്കെ കിളി പോയിരിക്കുകയാണ്. എന്താണ് സംഭവം? ചാണകത്തിന് വേണ്ടി നിലവിളിക്കുന്ന അറബ് രാജ്യങ്ങൾ, അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം ചാണകത്തിൻ്റെ വാല്യൂ എന്താണ് എന്നുള്ളത് നമുക്കറിയാം. നമ്മൾ പാരമ്പര്യമായിട്ടൊക്കെ ചാണകം ഉപയോഗിക്കുന്നുണ്ട്. ചാണകം മെഴുകിയ തറയിലാണ് പണ്ട് അപ്പനപ്പൂപ്പന്മാരൊക്കെ കിടന്നുറങ്ങിയത്. ഒരു തലമുറ മുൻപ് വരെ എന്നൊക്കെ 2 തലമുറ മുൻപ് വരെയൊക്കെ ചാണകം മെഴുകിയ, അത് ഇപ്പോഴും പാലക്കാടൊക്കെ പോയി കഴിഞ്ഞാൽ എന്താണ് മലബാറിലൊക്കെയുള്ള ഉൾഗ്രാമങ്ങളിലൊക്കെ ചാണകം മെഴുകിയ തറയും തറവാടുകളും ഒക്കെ അതെ ഇപ്പോഴും ഉണ്ട്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ചാണകം മെഴുകിയ തറയിൽ ഞാൻ കിടന്നുറങ്ങിയിട്ടൊക്കെ ഉണ്ട്. അത് എന്താണ് ആ സമയത്ത് നമ്മൾ എന്താണ് അത്രയും ഒരു നീറ്റായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു വസ്തുവാണ് ചാണകം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും എടുത്ത് തറ മെഴുകിയാൽ പോലും. ചാണകം മെഴുകിയ തറയിൽ കിടക്കാൻ ഒരു പ്രശ്നമില്ല, അതിൻ്റെതായ വൃത്തിയുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. പിന്നെ ചാണകത്തിന് ഒരുപാട് ഗുണങ്ങൾ വേറെയുണ്ട്. ഭസ്മം ഉണ്ടാക്കുന്നത് പോലും എങ്ങനെയാണെന്ന് നോക്കണം. ഭസ്മം ഉണ്ടാക്കുന്നത് പോലും ഈ പറയുന്ന ചാണകം കത്തിച്ചുകൊണ്ടാണ് ഭസ്മം ഉണ്ടാക്കുന്നത്. അതിന് പല കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുന്നുണ്ട് എങ്കിൽ പോലും. അപ്പം അറബ് രാജ്യങ്ങൾ ഇന്ത്യയെക്കാളേറെ ഇവിടുത്തെ സുഡാപ്പികളുടെ തലയിൽ എന്താണ് പിന്നെ ഈ പറയുന്ന മതവർഗീയവാദം ഉള്ളത് കൊണ്ട് ചാണകം എന്ന് വിളിച്ച് കളിയാക്കുമ്പോഴും ഇവരുടെ അപ്പോസ്തലന്മാരായിട്ടുള്ള അറബ് രാജ്യങ്ങൾ ഞങ്ങൾക്ക് കുറച്ച് ചാണകം തരണേ എന്ന് പറഞ്ഞ് കേഴുകയാണ്. അപ്പോൾ അത് സത്യമാണോ എന്ന് ഇപ്പോൾ സുഡാപ്പിൽ പിന്നെ അവർ ചാണകം ചോദിക്കുക ആണ്. കാരണം നോർമൽ നമ്മൾ 1 കിലോ ചാണകത്തിന് 30 രൂപയാണ് കൊടുക്കുന്നതെങ്കിൽ അവര് 30 ഇന്ത്യയിൽ 30 രൂപയാണ് കൊടുക്കുന്നതെങ്കിൽ അവര് നിങ്ങൾക്ക് ഞങ്ങൾ 30 അല്ല 60 അല്ല 90 അല്ല അതിനപ്പുറത്തേക്ക് തരാം, 150 വേണമെങ്കിലും തരാം, ഞങ്ങൾക്ക് ചാണകം വേണം. ഇതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്ത്യ ഇങ്ങനെ ആലോചിച്ചു. അപ്പം നമ്മൾ നമ്മുടെ കാർഷിക ആവശ്യങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ ചാണകം വരുന്നുണ്ട്. പിന്നെ നരേന്ദ്രമോദിയാണല്ലോ, പുള്ളി എന്തായാലും ചാണകം എന്ന് വിളിച്ചിങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് മൊത്തത്തിൽ. അപ്പോൾ എന്തായാലും എന്താണ് കുറച്ച് അധികം വിലയിലാണെങ്കിലും അങ്ങ് പോകുന്നതിൻ്റെ മുന്നോടിയായിട്ട് ഇന്ദിരാഗാന്ധിക്ക് ശേഷം കുവൈത്ത് സന്ദർശിക്കുന്ന ലോക നേതാവാണ് നരേന്ദ്രമോദി എന്ന് പറയുന്നത്. അപ്പം പുള്ളി പോകുന്നതിൻ്റെ ആദ്യം മുന്നോടിയായി 192 മെട്രിക് ടൺ ചാണകം കുവൈത്തിലേക്ക് എത്തിയിട്ടുണ്ട്. വളരെ സന്തോഷത്തോടു കൂടിയാണ് അറബികൾ അതിനെ സ്വീകരിച്ചത്. കാരണം ഈ ഈന്തപ്പന, അതായത് ഇവർക്ക് ഏറ്റവും കൂടുതലായിട്ട് പിന്നെ ഭക്ഷ്യവസ്തുക്കളിൽ ഒന്നാണ് ഈന്തപ്പന എന്ന് പറയുന്നത്. അപ്പോൾ ഈന്തപ്പനയ്ക്കും അവിടുത്തെ വിളകൾക്കുമൊക്കെ ചാണകത്തേക്കാൾ നല്ലൊരു വളമില്ല എന്നാണ് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അവരുടെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും അവരുടെ ജൈവികപരമായിട്ടുള്ള കൃഷികൾ, ജൈവ കൃഷി, അതുപോലെ തന്നെ കാർഷിക വിളയിൽ ഏറ്റവും അത്യുൽപാദന ശേഷിയോടെ അവർ നിർമ്മിച്ചിട്ടുള്ള ചില വിളകളൊക്കെ ഉണ്ട്. ഈ വിളകൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ആലോചിക്കുമ്പോൾ ഇവർ ഈ പിന്നെ കെമിക്കൽ വളങ്ങളെക്കാൾ കൂടുതൽ ചാണകം ഇതിന് ഒരുപാട് ഉപകാരപ്പെടുന്നു എന്നുള്ളതാണ്. ഗൾഫിൻ്റെ കാലാവസ്ഥയിൽ ഈ പിന്നെ കെമിക്കൽ വളങ്ങൾ ഇടുന്നതിനേക്കാൾ ഒരുപാട് മൂല്യമാണ് ചാണകത്തിനുള്ളത്. കാരണം ചാണകം സമ്പുഷ്ടമാണ്, ഒരുപാട് പിന്നെ പോഷകങ്ങളാൽ, അതായത് പോഷകം എന്ന് ഞാൻ പറയുന്നത് ഈ ചെടികൾക്ക് വേണ്ട പോഷകങ്ങൾ സമ്പുഷ്ടമാണ് ചാണകം. എളുപ്പത്തിൽ വളരും, എളുപ്പത്തിൽ കായ്ഫലം ഉണ്ടാകും. ഒരുപാട് ഈ ബാക്ടീരിയകളെ തടയാനുള്ള ചില എതിർ ബാക്ടീരിയകളൊക്കെ ചാണകത്തിലുണ്ട്. അപ്പോൾ അങ്ങനെ ആ ചാണകത്തിൻ്റെ യഥാർത്ഥ വാല്യൂ തിരിച്ചറിഞ്ഞുകൊണ്ട് കൃഷിയിടങ്ങളിൽ അവർക്ക് ഏറ്റവും കൂടുതൽ നന്നായി ഇതിനെ ഉപയോഗിക്കാൻ പറ്റുമെന്നും ഈന്തപ്പനയ്ക്കും അതുപോലെ മറ്റ് കാർഷിക വിളകൾക്കൊക്കെ ചാണകം ഉപയോഗിക്കാമെന്ന് അറബി തിരിച്ചറിഞ്ഞിട്ട് ഇന്ത്യയോട് പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾക്ക് ചാണകം തരണം. അത് ചില്ലറ ചാണകമൊന്നും പോരാ, 30 ദശലക്ഷം കിലോ ചാണകമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആലോചിക്കണം, 30 ദശലക്ഷം കിലോ ചാണകം. അപ്പോഴാണ് ചാണക സംഖ്യകളെന്ന് വിളിച്ചപ്പോൾ സംഖ്യകൾക്ക് ഒരു വില കിട്ടി. അതെ. ഇപ്പൊ സംഖ്യ ഇത്രക്കൊക്കെ വില ഉണ്ടായിരുന്നല്ലേ ചാണകത്തിന്? അതെ, വിളിച്ചോട്ടടാ, നിങ്ങൾ വിളിച്ചോന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇവരുടെ മുതുമുത്തച്ഛന്മാർ അറബികളാണല്ലോ ഇവരുടെ ഇത് എന്ന് പറയുന്നത്, സുഡാപ്പികളുടെ ആയാലും ആരുടേതായാലും. അപ്പോൾ ആ അറബികൾ ഇത് തിരിച്ചറിഞ്ഞു. അറബികൾ തിരിച്ചറിഞ്ഞ കുറച്ച് കാലം കഴിയുമ്പോൾ ഇമ്മാരും തിരിച്ചറിയും, അത്രയേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്താണ് അറബ് രാജ്യങ്ങൾ ചാണകത്തിന് വേണ്ടി, അപ്പൊ ഇപ്പൊ കുവൈത്തിലാണ് കൊടുത്തത്. മറ്റു രാജ്യങ്ങളും പറഞ്ഞിരിക്കുന്നു കുവൈത്തിന് ചാണകം കിട്ടി, നമുക്കും എത്രയും പെട്ടെന്ന് ചാണകം വേണം. ഇതെന്താ സ്വർണ്ണമാണോ, അങ്ങനെയുണ്ടല്ലോ, ഇതെന്താ സ്വർണ്ണമാണോ എന്ന് ചോദിക്കുന്നതിലാണ് ഇരട്ടി വില കൊടുത്താണ് ചാണകത്തിന് തിരിച്ചറിഞ്ഞിരിക്കുന്നു. അപ്പം ഇത് മറ്റു രാജ്യങ്ങളും ചോദിച്ചു,
ഞങ്ങൾക്കും ചാണകം തരണം. അപ്പോൾ ഇതിപ്പോൾ ഇന്ത്യ എല്ലാം കൂടി കുടുങ്ങിയിരിക്കുകയാണ്. ഇത്രയും പശുക്കളുടെ അടുത്ത് നിന്ന് ചാണകം കിട്ടി ഇവർക്കെല്ലാം കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് അത്രയും ഉൽപ്പാദനം കൂട്ടണം ചാണകത്തിൻ്റെ. അപ്പോൾ അതിനുള്ള പദ്ധതികൾ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഏറ്റവും അതായത് ഓരോ വീട്ടിലും ഓരോ പശു എന്നുള്ള പദ്ധതികളൊക്കെ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് കൊണ്ടുവരികയാണ്. അപ്പോൾ പറയും അത് വർഗീയതയാണ് എന്ന് പറഞ്ഞു. അത് വർഗീയതയല്ല, അറബികൾക്ക് ചാണകം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതെങ്കിലും മനസ്സിലാക്കുക. അപ്പം ഇവിടെ അപ്പൊ ഇത് അവിടുത്തെ സുഡാപ്പികൾ ഈ വയറ് നിറച്ച് ഈന്തപ്പഴമൊക്കെ കഴിക്കുന്നത് നിർത്തി. ഇവിടെ ചാണകം ഹലാലല്ല. അല്ല, അത് ഹലാലല്ലാത്തത് കൊണ്ട് തന്നെ പശുവിൻ്റെ ചാണകമുട്ടുണ്ടാക്കിയ ഈന്തപ്പനയും അവിടുത്തെ കാർഷിക വിളകളും ഈ ചാണകരഹിതമെന്ന് അടയാളപ്പെടുത്തിയാൽ മാത്രമേ കേരളത്തിലെ സുഡാപ്പികൾ അവിടെ പോയിട്ട് എന്ത് കഴിക്കത്തുള്ളൂ, ആഹാരം കഴിക്കത്തുള്ളൂ. അപ്പോൾ നിനക്ക് വേണമെങ്കിൽ കഴിച്ചാൽ മതിയടാ തൊലിയന്മാരെ എന്ന് അറബി തിരിച്ചു പറയും. അത്രയേ ഉള്ളൂ, വേറൊരു കാര്യമില്ല. പിന്നെ ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ ചാണകം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ചാണകത്തിൽ നിന്ന് വൈദ്യുതിയും ബയോഗ്യാസും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇന്ത്യയിലും ബയോഗ്യാസിന് നല്ല പ്രാധാന്യമുണ്ട് ചാണകത്തിന്. അപ്പോൾ ആ തരത്തിൽ ചാണകം കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ യൂറോപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അറബ് രാജ്യങ്ങൾ നേരിട്ട് ഏറ്റെടുക്കാൻ പോകുന്നു. അതായത് ചാണകത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി സൗദി അറേബ്യയും കുവൈത്തും തീരുമാനിച്ചിരിക്കുന്നു. എന്ത് ചെയ്യും സുഡാപ്പികൾ, എന്ത് ചെയ്യും? ഇവരുടെ ഒരു അവസ്ഥ അതെ നമ്മൾ ഇതൊക്കെ പറയുമ്പോഴും ഇത്തരത്തിലൊരു പ്രശ്നം അനുഭവിക്കുന്ന, വിഷമം അനുഭവിക്കുന്ന ഇവരോടൊപ്പം ചേർന്ന് നിൽക്കാനല്ലേ നമുക്ക് കഴിയുള്ളൂ. നമ്മളെപ്പോഴും ആളുകളെ, ദുഃഖിതരായ ആളുകളെ ചേർത്ത് നിർത്തുന്നവരാണ് ഭാരതീയ സംസ്കാരം എന്നൊക്കെ പറയുന്നത്. അത് ഏതായാലും അല്ലെങ്കിൽ മനുഷ്യൻ അങ്ങനെയാന്നേ. പക്ഷെ നമ്മൾ ഈ സുഡാപ്പികളെ ചേർത്ത് നിർത്തണം, ഇവരുടെ സങ്കടത്തോടൊപ്പം ചേർത്ത് നിർത്തണം. ഇപ്പൊ പറയുന്നത് പോലെ മീഡിയ വണ്ണ് എൻ്റെ ഈ ഔട്ട് ഓഫ് ഫോക്കസിൽ അവർ പറയുന്നത് ഞങ്ങൾ ഇതിനെയും അതിജീവിക്കും, ഇതും ഞങ്ങൾ അതിജീവിക്കും എന്ന് പറയുന്നത് മറ്റെന്തെങ്കിലും കയറ്റി വിട്ടുകൊണ്ട് ചാണകം ഞങ്ങൾ ഇല്ലാതാക്കും എന്ന് പറയുന്ന രീതിയിലോട്ട് ഇവർ പോകും. അപ്പോൾ ആ രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകാനുള്ള നീക്കം എന്താണ് സുഡാപ്പികളുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ അവരെ ചേർത്ത് പിടിക്കാനുള്ള നീക്കം നമ്മളും നടത്തും എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഈ കറണ്ട് ഉൽപ്പാദിപ്പിക്കാനുള്ള ശ്രമം അറബ് രാജ്യങ്ങൾ തുടങ്ങിയിരിക്കുന്നു. അതുപോലെ തന്നെ ചാണകത്തിലൂടെ, അതുപോലെ ബയോഗ്യാസുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ ബയോഗ്യാസ് ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ കാര്യങ്ങളിലേക്ക് കടന്ന് അതൊരു പദ്ധതിയായിട്ട് തന്നെ കുവൈത്തും അതുപോലെ തന്നെ മറ്റ് ഈ അലൈൻ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങൾ ഇത്തരം പദ്ധതികളിലേക്ക് കടക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ചാണകത്തിന് ഇത്രയൊക്കെ വിലയുണ്ട് എന്നുള്ളത് നമ്മളും മനസ്സിലാക്കിയ പോലെ, അതായത് ഭാരതീയർ മനസ്സിലാക്കിയതുപോലെ എന്താണ് അറബിയും മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുവൈത്ത് സന്ദർശിക്കുന്ന, ഇന്ദിരാഗാന്ധിക്ക് ശേഷം കുവൈത്ത് സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ ഭരണാധികാരിയാണ് നരേന്ദ്രമോദി. അറബ് രാജ്യങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുക, കുവൈത്തുമായുള്ള കൂടുതൽ കാര്യങ്ങൾ എന്താണ്, ഇപ്പോൾ കുവൈത്തിൽ ഒരുപാട് മലയാളികൾ ജോലി ചെയ്യുന്നുണ്ട്, ഒരുപാട് ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക. ഈ അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വരുന്നതോടുകൂടി ഈ ഗൾഫ് രാജ്യങ്ങൾക്ക് വളരെ കൃത്യമായ രീതിയിൽ ഇന്ത്യക്ക് ഒരു എന്താ പറയുക മേൽക്കോയ്മ ഗൾഫ് രാജ്യങ്ങളുടെ മുകളിലേക്ക് വരും. കാരണം ഇവർക്ക് സ്വന്തമായി സൈന്യമില്ല, ഇവരെ സംരക്ഷിക്കുന്നത് അമേരിക്കയാണ്. അമേരിക്ക ഒന്ന് കൈവിട്ടാൽ അറബ് രാജ്യങ്ങൾക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യ എന്ന് പറയുന്നത്, ഇന്ത്യയുടെ നീക്കങ്ങൾ, അറബ് രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതൊക്കെ ട്രംപുമായി ചേർന്നുകൊണ്ട്, പുടിനുമായി ചേർന്നുകൊണ്ട്, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, ഈ 4 നേതാക്കളാണ് ഇനി ലോകം ഭരിക്കാൻ പോകുന്നത് എന്നാണ് പറഞ്ഞത് ഞാനല്ല, എൻ്റെ മേലേക്ക് വെക്കിട്ട് കയറണ്ട. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനാണ് പറഞ്ഞിരിക്കുന്നത്. 3 നേതാക്കളല്ല 4 നേതാക്കളുണ്ട്. അതിലൊന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ആ 3 നേതാക്കൾക്കൊപ്പം 4ാമത്തെ നേതാവായി നരേന്ദ്രമോദി വരുമ്പോൾ ഈ 4 നേതാക്കൾ ചേർന്ന്, അല്ലെങ്കിൽ 5 നേതാക്കൾ, അതായത് ചൈനയുടെ ഷീ ജിൻപിങ് ഉൾപ്പെടെയുള്ള 5 നേതാക്കൾ ചേർന്ന് ലോകം ഭരിക്കും. ഇത്രയേറെ രാജ്യങ്ങളുള്ള ലോകത്ത് ഈ 5 നേതാക്കൾ ലോകം ഭരിക്കാൻ തീരുമാനിച്ചാൽ അതിലപ്പുറത്തേക്ക് നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് പോലും നമുക്ക് ഒരുപാട് മേൽക്കോയ്മകൾ ഉണ്ടാകും, ഒരുപാട് നല്ല കാര്യങ്ങളുണ്ടാവും. ഈ പറഞ്ഞ പോലെ ഖത്തറൊക്കെ നമുക്ക് വിസ നിഷേധിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ അത്തരത്തിലുള്ള കളികളൊന്നും ഇനി നടക്കാൻ പോകുന്നില്ല എന്നത് മാത്രമാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത്. എന്തായാലും സുഡാപ്പികളുടെ കാര്യത്തിൽ വളരെ സങ്കടമുണ്ട്, നിങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. ഇനിയും വിഷയമാവുന്നു. എന്തായാലും ഇത് ഞങ്ങൾ അനുവദിക്കില്ല, ഞങ്ങളുടെ അറേബ്യ ഇങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള കരച്ചിലും, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ചാണകമല്ല, ഇത് സംഘിച്ചാണകമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന അറേബ്യക്ക് കത്തെഴുതാനുമൊക്കെ, അറബികൾക്ക് കത്തെഴുതാനുള്ള സാഹചര്യമൊക്കെ ഞാനിവിടെ കാണുന്നുണ്ട്. എന്തായാലും അത് നമുക്ക് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് നമുക്ക് കാണാം.